അപരമത വിദ്വേഷം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കുറുവടി. അയാളിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ബി ജെ പിയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റാണ്. കാട്ടുകാമ്പൽ, തൃശ്ശൂരാണത്. കാട്ടുകാമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റാണ്. ബൈജു എന്നാണ് പേര്. അയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അയാളുടെ ഫേസ്ബുക്ക് ഞാൻ എടുത്തു നോക്കി. നിറച്ച് അയാളുടെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ ഇവരുടെ മനസ്സിലുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. BJP, RSS, സംഘപരിവാർ, കൂടുതൽ കൃസംഖ്യകളുണ്ട്. ഇവർക്ക് ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ: മുസ്ലിങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്യണം, മുസ്ലിങ്ങളെ മുഴുവൻ തുടച്ചു മാറ്റണം. ഈ ചിന്താഗതിയുള്ള ഒരു പാർട്ടി കൂടി ഉണ്ട് കേട്ടോ, ജൂതന്മാര്. ഇവന്മാരൊക്കെ ഈ പറയുന്ന സംഘപരിവാർ, കൃസംഖി, കാസക്കൂസ, ഇവരൊക്കെ ജൂതന്മാർക്കുണ്ടായതാണോ? ഇതാണ് ഇപ്പം എൻ്റെ സംശയം. ഇസ്ലാം മതത്തെ അപമാനിക്കുന്ന പോസ്റ്റുകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. ആരാട്ടത്? അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. രോഗിയാണ്. ഇസ്ലാമോഫോബിയ എന്ന രോഗം ബാധിച്ചവൻ സോഷ്യൽ മീഡിയയുടെ, ഫേസ്ബുക്കിലൂടെ പ്രചാരണം നടത്തിയിരിക്കുകയാണ്. അയാള് കാട്ടുകാമ്പൽ, BJPയുടെ കാട്ടുകാമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, ആ പഞ്ചായത്തിലുള്ള BJPക്കാരുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബൈജു. അയാളെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേര് ബൈജു വേലായുധൻ എന്നാണ്. ബൈജു വേലായുധൻ. അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിറച്ച് ഇസ്ലാം മതത്തെ അല്ലെങ്കിൽ ഹിന്ദു മതത്തെ, അതിലുള്ള ന്യൂനതകൾ, നമുക്കൊരു ന്യൂനത തോന്നുകയാണ്. ആ ന്യൂനത വിളിച്ചു പറയാം. ജാതിയുടെ പ്രശ്നങ്ങളും അമ്പലത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മ ഞാൻ വിളിച്ചു പറയാറുണ്ട്. പലരും എന്നെ ദേഷ്യപ്പെടാറുണ്ട്. പക്ഷെ ഇത് വെറും പച്ചത്തെറി. പ്രോഫറ്റിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, അതായത് പ്രകോപനം ഉണ്ടാക്കുക, അത്രമാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രകോപനം ഉണ്ടാക്കുക. എന്നിട്ട് നാട്ടിൽ എന്തെങ്കിലും കലാപം ഉണ്ടായി കഴിഞ്ഞാൽ അത് നോക്കി കൈയടിക്കുക. അങ്ങനെ ചില സൈക്കോപാത്തുകളുണ്ട്. അത് ഭ്രാന്തിന്റെ അങ്ങേയറ്റം, മാനസിക രോഗത്തിന്റെ അങ്ങേയറ്റം. ഇതാണ് കേസ്. 23/5/2024 മുതൽ ഇസ്ലാം മതത്തെ, അല്ല, പ്രവാചകൻ നബി തിരുമേനിയെ, മകള് ഫാത്തിമയെ നിറച്ചുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നിറച്ചുണ്ട്. അതുപോലെ തന്നെ അവരെ മാത്രമല്ല, ഇപ്പോഴുള്ള മതപണ്ഡിതന്മാരെ അവരേക്കും നികൃഷ്ടമായിട്ട് ചിത്രീകരിച്ചിട്ട്, അമ്മപെങ്ങന്മാരെ തിരിച്ചറിയാത്തവർ എന്ന രീതിയിൽ പരിഹസിച്ചിട്ട്, അപഹസിച്ചിട്ട്, അങ്ങനെയാണ് ഇയാൾ ഈ പ്രചാരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹിന്ദു എന്ന് പറയുന്ന വർഗം തമ്മിലടിയാ. അവിടെ ഈഴവനുണ്ട്, ഇല്ലാത്തത് ഹിന്ദുവിനകത്ത് ഹിന്ദു മാത്രം ഇല്ലാത്തതുള്ളൂ കേട്ടോ. ഹിന്ദു മാത്രമേ ഹിന്ദു ഇല്ല, ഈഴവനാ ഉള്ളത്, പുലയനാ ഉള്ളത്, പറയനാ ഉള്ളത്, വേട്ടുവനാ ഉള്ളത്, വിശ്വകർമാവാ ഉള്ളത്, നമ്പൂരിയാ ഉള്ളത്, നായരാ ഉള്ളത്, ഈഴവനാ ഉള്ളത്. ഇവർ തമ്മിൽ കണ്ട മിണ്ടൂല്ല, കല്യാണം കഴിക്കില്ല, ബന്ധപ്പെടില്ല. പലർക്കും പല ആചാരങ്ങളാണ്. അത്തരം കാര്യങ്ങൾ മുഴുവൻ മൂടി വയ്ക്കാനുള്ള പ്രവണത. അതിനൊരു കണ്ടെത്തിയൊരു മാർഗമാണ് അവരെ മതവിദ്വേഷം പ്രചരിപ്പിക്കുക. തങ്ങളുടെ മതത്തിൻ്റെ പോരായ്മ, തങ്ങൾക്ക് സമൂഹത്തിൽ മേൽക്കയറ്റം, സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള മേൽക്കയറ്റം ഇല്ലാതെ പോകുന്നത് ഇവർ കാരണം കൊണ്ടാണ്.
മുസ്ലിങ്ങൾ കാരണം കൊണ്ടാണ് ഇത് പറഞ്ഞു പരത്തുക. ഇസ്ലാം മതത്തിലെ പോരായ്മകൾ, ഉള്ളായ്മകളൊന്നും ഇവർ കാണുന്നില്ല, പോരായ്മകൾ മാത്രമേ കാണുന്നുള്ളൂ. 1400 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സംസ്കാര വിശേഷത്തെ ഇന്നത്തെ അളവുകോലും വെച്ച് അളന്നുകൊണ്ട് കുറ്റപ്പെടുത്തുക, അപഹസിക്കുക. ആ രീതിയിൽ എപ്രകാരമെങ്കിലും ഏത് വിധേയനെയെങ്കിലും ഇസ്ലാം മത അനുയായികൾ അവരെ പ്രകോപിതരാക്കുക. ആ പ്രകോപനത്തിന്റെ പേരിൽ അവരെന്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരെ തീവ്രവാദികളാക്കുക. വെറുതെ പോകുന്ന പട്ടിയെ ഓടിക്കുക, ഓടിച്ചോടിച്ച് അതിന് വാഴയും നൊരയും പതിയും വരുമ്പോൾ അതിനെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് തല്ലിക്കൊല്ലുക. ഇവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോൾ ഭരണം കയ്യിലുണ്ട്, അത് വെച്ച് കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളാണ് ഈ കാണുന്നത്. ഇതേ സംഭവം തന്നെ 1975 ആ ഒരു കാലഘട്ടത്തിൽ, അടിയന്തരാവസ്ഥ കാലഘട്ടം 75 അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇതേ ആളുകളെ പേപ്പട്ടികളായിട്ട് ഓടിച്ചതാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. ഇഷ്ടമല്ലാത്ത പേര് പറയും പോലീസുകാർ വരുമ്പോൾ. ഇവിടേക്ക് ആർഎസ്കാരൊക്കെ അതെ ഇവൻ അവൻ ഇവൻ എല്ലാത്തിനും പിടിച്ചുകൊണ്ടുപോയി. കൊറോണത്തിന് അവിടെ വെച്ച് ചതച്ചു. ഇതൊക്കെ അനുഭവിച്ചവരെ അവര്. എന്തോ ഭരണം കയ്യിൽ കിട്ടിയപ്പോൾ വെറും അടിയന്തരാവസ്ഥയല്ല, ഡബിൾ ഇരട്ടി ശക്തിയിലെ അടിയന്തരാവസ്ഥ. മറ്റേ അടിയന്തരാവസ്ഥ 8 മാസം ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ 10 വർഷമായി അടിയന്തരാവസ്ഥ. സംസാരിക്കാനും മിണ്ടാനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ പറഞ്ഞ് നടക്കുന്നൊരു വട്ടൻ, ഇന്ത്യയുടെ പ്രധാന മന്ത്രവാദി. ബാക്കി ആരെന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളുകൾ വന്നു കഴുത്തിൽ പിടിച്ചു കൊണ്ടുപോയി. മുഖ്യമന്ത്രിമാരെ വരെ മന്ത്രിമാരെ വരെ നിശബ്ദരാക്കി മാറ്റുന്നൊരവസ്ഥ. വേറൊരു കാര്യമുണ്ട്, കാലചക്രം എന്നൊന്നുണ്ട്. ഇനിയും തിരിച്ചു വരും കാലചക്രം. ആ ചന്ദ്രതാരകം ഇനി വരാൻ പോകുന്ന കാലഘട്ടം മുഴുവൻ ഈ സംഖ്യക്കൂട്ടങ്ങളെല്ലാം ഇന്ത്യ ഭരിക്കാൻ പോകുന്നു. അങ്ങനെ അത് ചരിത്രം പറഞ്ഞിട്ടില്ല. അങ്ങനൊരു ചരിത്രം ഒരു ചരിത്രവും പറഞ്ഞിട്ടില്ല. ഹിറ്റ്ലർക്ക് ശേഷം ഒരു ജർമ്മനി ഹിറ്റ്ലർ ഉള്ളപ്പോൾ സങ്കല്പത്തിലുണ്ടായിരുന്നില്ല. മുസോളിനിക്ക് ശേഷം ഒരു ഇറ്റലി മുസോളിനി ഉള്ള കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്നില്ല. എന്തിനേറെ കോൺഗ്രസില്ലാത്തൊരു ഇന്ത്യ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം എന്തായി? എല്ലാം മാറി വരും. ഈ സംഖ്യക്കൂട്ടങ്ങൾ, കൃസംഖ്യക്കൂട്ടങ്ങൾ, ഈ സംഘപരിവാർ കൂട്ടങ്ങൾ അവരും തെന്നി വീഴും. അതിനുള്ള സമയമായി കഴിഞ്ഞു. ജൂൺ 4 12 മണിയാകുമ്പോൾ ഇതേ വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുക. പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് ഓടിച്ചിട്ട് തല്ലും. കാരണം അതേപോലെ മറ്റൊരു സഹിച്ചിട്ടുണ്ട്. ഇവിടെ സാധാരണ പൗരന്മാരാരും സാധുക്കളും സന്യാസിമാരൊന്നും അല്ലല്ലോ. ആ സമയത്ത് അയ്യോ നിലവിളിക്കുന്ന സമയത്ത് കഷ്ടമെന്ന് പറയാൻ ആരും ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. അവനവന്റെ കാല് മണ്ണിൽ പൂഴ്ത്തി വെച്ചുകൊണ്ട് ഹൈന്ദവ ധർമ്മം എന്ന് പറയുന്ന ഒരു കാര്യം ധർമ്മമല്ല, ഹൈന്ദവ അധർമ്മമായി മാറിക്കഴിഞ്ഞു. അമ്പലം എന്ന് പറഞ്ഞാൽ ഗുദാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളു കുടിക്കാനും എല്ലാ പണികളും ചെയ്യാനും ആന വെടി മിമിക്രി ഇതൊക്കെ നടത്താനുള്ള, നാടകം നടത്താനുള്ള, മിമിക്രി നടത്താനുള്ള റിക്രിയേഷൻ സെന്ററുകളായി മാറിക്കഴിഞ്ഞു. ഒരാൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഏതോ ഒരു പോസ്റ്റിന് അടിയിൽ എഴുതിയിരിക്കുകയാണ്, ഞങ്ങളുടെ അമ്പലത്തിൽ നാടകം നടന്നു, അച്ചായൻ്റെ അച്ചായത്തി എന്ന അത്ര നാടകത്തിൻ്റെ പേര്. നാടക കമ്പനിയുടെ പേര് ചാലക്കുടി അഭിസാരിക. ഓരോ പേരുകൾ പറയുന്നതാണ്. രണ്ടാമത്തെ നാടകം അച്ചായത്തിയുടെ അടിവസ്ത്രം. ഇതൊക്കെയാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വൃത്തികേടുകൾ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ വരുമ്പോൾ, ഇനി വേറൊരു കാര്യമുണ്ട്. പുരാണങ്ങൾ എടുത്താലും ഇതിഹാസങ്ങൾ എടുത്താലും ഇന്നത്തെ ലോകത്തിൽ നടക്കാത്ത കാര്യങ്ങളല്ല. പുഷ്പവിമാനം ഉണ്ടായിരുന്നു എന്ന്. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ഒറ്റച്ചാട്ടം ഹനുമാൻ അവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. ജോസഫ് മുണ്ടശ്ശേരി മാഷ എഴുതിയിട്ടുണ്ട്, ഹാർഡ്ലി ഇറ്റ് പോസിബിൾ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 26 അടി മേലെ ബോബ് ഭീമൺ എന്ന് പറഞ്ഞ ആളാണ്
26 അടി ചാടിയത്. പിന്നെ മൈക്ക് പവലുണ്ട്. ഏത് കിലോമീറ്ററോളം ചാടുക എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? അപ്പം അതൊക്കെ 10 തലയുള്ള മനുഷ്യൻ, 16,078 സ്ത്രീകളുള്ള പുരുഷൻ. അപ്പം അതൊക്കെ നടക്കാത്ത കാര്യങ്ങളാണ്. പക്ഷെ അത് മറ്റേ പുരാണവും ഇതിഹാസമായിട്ട് നമ്മൾ മാറ്റിവെക്കണം. അതാണ് അതിൻ്റെ മര്യാദ. അതിന് കുറേ എക്സാജറേഷൻസ് ഉണ്ടായിരിക്കും. ഇത് തന്നെയായിരിക്കും മറ്റുള്ള എല്ലാ പ്രമാണത്തിലൊന്നും മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരുടെ തന്തയെ വീട്ട് കോങ്കണ്ണ എന്ന് വിളിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അയാൾക്ക് എന്ത് അധികാരം കിട്ടി? ഇയാളുടെ തന്തയെ മറ്റേ മുടന്താന്ന് വിളിക്കാനുള്ള അവകാശം കിട്ടി, അല്ലെങ്കിൽ കാസരോഗി ക്ഷയരോഗി എന്ന് വിളിക്കാനുള്ള അവകാശം കിട്ടി. എന്തിനാ കയറി ചൊറിയുന്നത്? ഏതായാലും കുന്നംകുളം പോലീസ് ഈ ബൈജു വേലായി എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കരിക്കാട് സ്വദേശി, താഴത്തേതിൽ വീട്ടിൽ റാഫി, അദ്ദേഹത്തിൻ്റെ പരാതിയിലാണ് പോലീസ് പ്രതി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പരിശോധന നടത്തിയതിന് ശേഷം ഇയാളെ കൊണ്ടുപോയിട്ട് അവിടെ എന്തായാലും പറയുക ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പം ചോദിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൊരു ക്രിസംഖ്യയാണ് ജോൺ മത്തായി. അയാൾ പറഞ്ഞിരിക്കുക, എന്നോ എന്തോ ചെയ്യും, തൂക്കി കൊല്ലുമോ അതോ കഴുത്ത് വിട്ടുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇവന്മാർ നമ്മുടെ രാജ്യത്ത് നശിപ്പിയാരാ? മുസ്ലിങ്ങൾ. ഏറ്റവും വലിയ രസം, ഞാൻ പലപ്പോഴും പറഞ്ഞതുകൊണ്ട് നിങ്ങളോട് ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുക. എൻ്റെ വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും താമസിച്ചിരുന്ന 2 ക്രിസ്ത്യൻ വീടുണ്ടായിരുന്നു. ഒന്ന് ത്രേസ്യക്കുട്ടി, അപ്പുറത്ത് കത്രിങ്ങ എന്നാണ് വിളിക്കുക. ഇവരുടെ പ്രാർത്ഥനയിൽ ഇവർ ഉൾക്കൊള്ളിച്ചിരുന്നൊരു കാര്യമുണ്ട്. അതിങ്ങനെ തലയാട്ടിക്കൊണ്ട് ആ പ്രാർത്ഥനയും കഴിഞ്ഞാൽ അവിടെ ജൂതന്മാരെ മുഴുവൻ നശിപ്പിക്കണേ, ജൂതന്മാരെ മുഴുവൻ നശിപ്പിക്കണേ, കർത്താവേ കർത്താവേ ജൂതന്മാരെ മുഴുവൻ നശിപ്പിക്കണേ എന്ന്. ഇന്നിപ്പോൾ ജൂതന്മാരുടെ ആസനം കഴിഞ്ഞ് നടക്കുകയാണ് ഇവിടുത്തെ പള്ളിക്കാരും പട്ടക്കാരും ക്രിസംഖികളും. യേശു ക്രിസ്തുവിനെ കുരിശിലടിച്ചത് ആ ജൂതന്മാരുടെ മേധാവികൾ കൂടിയിട്ടാണ്. റോം ചക്രവർത്തി പോലും പിലാത്തോസ് പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു കുറ്റവും കാണുന്നില്ല എന്ന്. ഇനി എന്താ വേണ്ടേ? നിങ്ങൾക്കൊരാളെ വിട്ടുതരാം, ഒരു കള്ളനെ വിട്ടുതരാം. വേണ്ട, ഞങ്ങൾക്ക് ഇയാളെ വിട്ടു തന്നാൽ മതി. നിർഭരാനെ കൊണ്ട് അടിച്ച്, മുട്ടുകാൽ തല്ലിയൊടിച്ച്, കണ്ണ് കുത്തിപ്പൊട്ടിച്ച്, തലയിൽ മുൾക്കിരീടം അടിച്ചമർത്തിയിട്ട് കൊണ്ട് തൂക്കി കൊന്നത്. ആ കൂട്ടം ആളുകളെയാണ് ഞാൻ ഇടുക്കി ജില്ലയിലെ എടമലക്കുടിയിൽ കഴിയുന്ന സമയത്ത് അവിടെ വന്ന് ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും ഒരു കൂട്ടുകാരനും ഇസ്രായേലികളാ, ജൂതന്മാരാ, എടമലക്കുടിയിൽ വന്നു. എന്നിട്ട് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നത് അടിമാലിയിലേക്കാണ്. 10-15-16 കിലോമീറ്റർ കാട്ടിക്കൂടെ നടക്കണം. അങ്ങനെ അവസാനം ഞങ്ങൾ ആനക്കയം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടുന്ന് പിന്നെ നടന്നാൽ അടിമാലിയിൽ എത്തുള്ളൂ കേട്ടോ. അവിടെ എത്തിയ സമയത്ത് അവിടെ ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കുന്ന സമയത്ത് അവർ ചോദിച്ചത് ആരാ? ഞാൻ പറഞ്ഞു ഇവർ ഇസ്രായേലികളാ, ജൂതന്മാരാ പറഞ്ഞു. ഉടനെ തന്നെ അവിടുത്തെ ഒരു ക്രിസ്ത്യാനി പറയാം, ഈ നമ്മുടെ കർത്താവിനെ കൊന്ന ആൾക്കാരെ ഒന്ന് കാണട്ടെ. ഒന്നും പ്രകോപനമായിട്ടൊന്നും പറഞ്ഞില്ല, തമാശയ്ക്ക്. പക്ഷെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതേ ക്രിസംഖ്യകളും പള്ളിക്കാരും പട്ടക്കാരുമാണ് വാസ്തവത്തിൽ വെള്ളം കോരാനും വിറക് വെട്ടാനും നിൽക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും ഇസ്രായേലികളുടെയും. കാരണം എന്താ? അസൂയ, പൗഷന്യം, പോരെ, കുശുമ്പ് ആരോട്? ഇവിടെയുള്ള മുസ്ലിങ്ങളോട്. സാമ്പത്തികമായിട്ട് അവർ വളർന്നു, സാമുദായികമായിട്ട് അവർ വളർന്നു, സാമൂഹികമായിട്ട് സാംസ്കാരികമായിട്ട് അത്യുന്നതമായിട്ടുള്ള അവസ്ഥയിലെത്തി. ഇവിടെ തമ്മിലടിയാ, അണ്ടിക്കുർബാനയും ചന്തിക്കുർബാനയും പറഞ്ഞ്. അപ്പം അത് വേറെ കേസ്. അപ്പം ഇവിടെ ഇതിൽ നടന്ന സംഭവം ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിൽ നിറച്ച് ഇതാണ് ആ ഫേസ്ബുക്ക് കേട്ടോ. ഇതാണ് അയാളുടെ ഫേസ്ബുക്ക്. ഇതിനകത്ത് എഴുതിയിട്ടുള്ള മുഴുവൻ അധമമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്.
ഒരു പോസ്റ്റ് മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കിയുള്ള കാണിച്ചു തരാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ വേണ്ടി തേടി പിടിച്ചോ. ഇങ്ങനത്തെ ആൾക്കാരെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിലൊരു പോസ്റ്റ് നോക്കൂ. ബൈജു വേലായുധൻ്റെ പോസ്റ്റാണ് കേട്ടോ. വായിച്ചല്ലോ. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇല്ലെങ്കിൽ പറയാം. തൻ്റെ മകളായിട്ടുള്ള ഫാത്തിമയെ, ബാക്കിയുള്ളത് അറിയാതെ എന്താ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവഹേളിക്കുക, അവഹേളിക്കുക, അവഹേളിക്കുക. ഇത് 1400 വർഷം മുമ്പ് ജീവിച്ച് ഈ ലോകം വിട്ടുപോയ ഒരാളെക്കുറിച്ച് അദ്ദേഹം ഇത് അറിയുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ, എന്നെപ്പോലുള്ള ആളുകളെ കുറിച്ച് ഇതൊക്കെ തന്നെ അവർ പറയുന്നത്. ശാഖാവിദ്യാഭ്യാസം, ശാഖാവിദ്യ ആഭാസം, ഇതല്ലേ നടക്കുന്നത്. ആർഷ ഭാരത സംസ്കാരം, ആർഷ ഭാരത ഭാ സംസ്കാരം സം ആഭാസം, നല്ല പേര്. ഏതായാലും കംപ്ലൈൻറ്റ് പോയി അറസ്റ്റ് ചെയ്ത് പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ആളുകൾക്ക് ഭ്രാന്ത് പിടിച്ചാൽ അല്ലെങ്കിൽ രോഗം പിടിച്ചാൽ ആ രോഗം ചികിത്സ മാറ്റാനേ പറ്റുള്ളൂ. ആ ചികിത്സ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 ഷെഡ്യൂളായിട്ടായിരുന്നു ചികിത്സ. 7ാമത്തെ ഷെഡ്യൂൾ ഇപ്പം നാളെ മറ്റന്നാൾ കഴിയും. അത് കഴിഞ്ഞാൽ ചികിത്സയുടെ ഫലം വരും. 4-ാം തീയതി ഫലം വരും. അത് കഴിഞ്ഞാൽ മിക്കവാറും ഇവിടെ ഈ അസുഖം ഒന്ന് ഒതുങ്ങും. അതിനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇല്ലാതായിട്ട് മാറും. ജൂൺ 4-ാം തീയതി. നമസ്കാരം.